2 Corinthians 5:21. 2 കൊരിന്ത്യർ 5:21. 2 Corinthians 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഇംഗ്ലീഷിൽ ഗോഡ് മെയ്ഡ് ഹിം ഹു ഹാഡ് നോ സിൻ ടു ബി സിൻ ഫോർ us, so that in him we might become the righteousness of God. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പരിശുദ്ധാത്മാ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇങ്ങനെ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐ ആം ദ റൈച്ചസ്നെസ്, ഞാൻ ദൈവത്തിൻ്റെ നീതിയാവുന്നു ദൈവത്തിന്. അപ്പോൾ അത് വളരെ ആഴമായിട്ടിങ്ങനെ ദൈവം പറയുമ്പം ആ ഒരു പോയിൻ്റ് എടുത്ത് നമ്മളിങ്ങനെ ദൈവം പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഈ വചനം നമ്മുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം വായിച്ചു കാണും. പക്ഷേ ദൈവാത്മാവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പം വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഈ നമ്മൾ ഒന്ന് യോഹന്നാനകത്തൊക്കെ ആകുമ്പോഴത്തേക്ക് 1 യോഹന്നാൻ 2 പറയുന്നുണ്ട്, ഇനി നിങ്ങളെ ആരാ പഠിപ്പിക്കേണ്ടത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ല ടീച്ചർ. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിച്ചു കഴിയുമ്പോൾ എൻ്റെ അകത്തുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ്, അത് ഒത്തിരി ഉറപ്പായിട്ട് കൊണ്ട് നിൽക്കും. ഈ അകത്തുള്ള ആത്മാവ് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ തലയിൽ നിന്ന് മറന്നു പോകത്തില്ല, ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ തലയിൽ ഇങ്ങനെ, അത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. വളരെ ഇതിലൊരു പോയിൻ്റ്, പാപം അറിയാത്തവനാരോ? യേശു ക്രിസ്തുവാണ്. വളരെ സിമ്പിളല്ലേ? ലിറ്ററലി മീനിങ് പാപം അറിയാത്തോ യേശു. നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതി എന്നല്ല, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. അതായത് ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ കൂടെ പിതാവ് നോക്കുമ്പോൾ പിതാവിൻ്റെ ദൃഷ്ടിയിൽ പുത്രനായിട്ട് കാണുന്നതന്നെ. അതാണ് പിതാവ് നോക്കുമ്പം പിതാവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പുത്രനായിട്ട് കാണണമെങ്കിൽ ഈ വാക്യം അപ്ലൈ ചെയ്യണം. അതായത് കർത്താവ് പറയുന്നു, അവിടെ നിൽക്കട്ടെ, പാപം അറിയാത്തവനെന്ന് മാറ്റുകയാണ്. നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി എന്ന് വെച്ചാൽ പിതാവ് ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി, അങ്ങനെ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ സോ ദാറ്റ് ഇൻ ഹിം വി മൈറ്റ് ബിക്കം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ഗോഡ് മെയ്ഡ് ഹിം, ക്രൈസ്റ്റ്, ഹു ഹാഡ് നോ സിൻ ടു ബി സിൻ ഫോർ us. പാപിയാക്കി എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി പാപമായി. അപ്പോൾ പാപമെന്ന് പറയുന്നത് സ്വർഗമണ്ഡലത്തിൽ ദൈവത്തിന് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അതൊരു ദുഷ്ട സ്പിരിറ്റ്. ആ പാപമാക്കിയ ആ പാപം ദൈവത്തിനോട് റിബല്യസ് നേച്ചറാണ്. എപ്പം നമ്മൾ നോക്കിക്കോ, നമ്മൾ ആരോടെങ്കിലും, ഈവൻ വിശ്വാസികളുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പ്രസംഗിക്കാൻ ചെല്ല്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചു പിള്ളേരോട് ഒരു കാര്യം തെറ്റാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ തീർത്തും അടുത്ത പടി അത് ചെയ്തിരിക്കും. ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മളത് ഇപ്പം നമ്മളൊരു കൊച്ചിനോട് പറയുകയാണ്, ഒരു വര വരച്ചോട്ട്, അപ്പം പറയാം, മോനെ അല്ലേ മോളെ, ഈ ഒരു വര ഞാൻ വരയ്ക്കുന്നു, ഞാൻ ഇതിനപ്പുറത്തോട്ട് നീ കാല് വെച്ചേക്കല്ലേ. 3 വയസ്സേ ഉള്ളേ കുട്ടിക്ക്, അല്ലെങ്കിൽ 4 വയസ്സ്, പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാണ്. പക്ഷേ ഈ വര ഞാൻ വരയ്ക്കുന്നതിനപ്പുറത്തോട്ട് നീ കാല് വെക്കല്ലേ. ഡാഡി അടുക്കളയിലോട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നിടം വരെ നീ അവിടെ നിൽക്കണം. നമ്മൾ ഈ കൊച്ചു നോക്കും ഡാഡി പോകുന്നുണ്ടോയെന്ന്. ഡാഡി പോയി കണ്ട വെട്ടത്തുനിന്ന് അവിടെ കണ്ണിൽ നിന്ന് മാറുന്ന നിമിഷത്തിൽ അവൾ ആ കാലെടുത്ത് അപ്പുറത്ത് വെക്കും. ഏത് ചെയ്യേണ്ടത്? ഇത് കയീനനും ആബേലിനോട്, എന്ത് കയീനും ആബേലിനോട് ദൈവം സംസാരിച്ചില്ലേ? കയീലിനോട് ദൈവം തമ്പുരാൻ സംസാരിച്ചത് എന്താണ്? നീ എൻ്റെ മുഖം എന്താ വാടി നിൽക്കുന്നത്? എൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ തിന്മ നിൻ്റെ വാതിക്കൽ നിൽക്കുന്നു. അപ്പം നന്മ ചെയ്യാൻ നീ പ്രയത്നിക്കണം. ഇത് പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം സഹോദരനെ വിളിച്ചുകൊണ്ട് കൊല്ലുക ചെയ്തത്. അവൻ ദൈവം പറയാഞ്ഞിട്ടാണോ? അല്ല. ഇറ്റ് ഈസ് ഇൻ യു ആൻഡ് മീ. ഈ ഒരു ക്യാരക്ടർ എല്ലാവരിലുമുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ കറക്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത്. നീ ആരാ എന്നോട് കറക്റ്റ് ചെയ്യാൻ? ഇപ്പോൾ നമ്മളെക്കാട്ടി അധികാരികൾ നമുക്ക് പറയാനൊക്കില്ല, നമ്മളോട് പറയാനൊക്കത്തില്ല, വല്ലവരോടും പറയാനൊക്കത്തില്ല. സോ ഇറ്റ് ഈസ് ദ പ്രെറോഗേറ്റീവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദാവീദ് പാപം ചെയ്തില്ലേ? നാഥാൻ പാപം ചെയ്തപ്പം നാഥാനെ പറഞ്ഞു വിടുന്നു. നാഥാൻ പ്രവാചകനോട് ചെന്ന് പറയാൻ പറഞ്ഞു, ചെയ്യുന്നത് തെറ്റാണെന്ന്. നാഥാൻ പോലും പേടിച്ചു. പക്ഷെ ഒരു കഥയായിട്ട് പറഞ്ഞു കൊടുത്തു. ശരിയല്ലേ? ഒരാൾക്ക്
ഒരൊറ്റ ആട്. ഒരാൾക്ക് ഒത്തിരി ആടുണ്ടായിരുന്നു, അവനതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വേറൊരാൾക്ക് ഒരു പാവം പിടിച്ച മനുഷ്യന് ഒരാടേ ഉള്ളായിരുന്നു, ഒറ്റ ആടേ. അവനെ ആ മറ്റവൻ പിടിച്ചുകൊണ്ട് പോയി, എടുത്തുകൊണ്ട് പോയി. അപ്പം ദാവീദ് പറയുന്നു, ആരാണ് അവനെ ഞാൻ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം നാഥാൻ പ്രവാചകൻ എന്താ പറഞ്ഞത്? അത് നീ തന്നെ. കറക്റ്റല്ലേ? പറഞ്ഞു പിടിപ്പിച്ച രീതി കണ്ടോ? രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നീ തെറ്റാ ചെയ്തെന്ന് പറയാൻ ആരും ധൈര്യപ്പെടും. ഇതാണ് നമ്മളെല്ലാം രാജാക്കന്മാരാണല്ലോ, നമ്മളോടൊന്നും ആർക്കും ഒന്നും പറയാനൊക്കില്ലല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് കുറിക്കൊള്ളുന്നത് പോലെ എവിടെയാ കൊണ്ട് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ പഠിപ്പിച്ചെടുത്തിരിക്കും. അത് ദൈവത്തിൻ്റെ ജോലിയാണ്, അത് ദൈവം ചെയ്യും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ നമ്മളോട് ഈ പറയുന്നതിൻ്റെ വാക്യം, നീ പാപം അറിയാത്ത ക്രിസ്തു എന്തിനാ എനിക്ക് വേണ്ടി പാപമായത്? ഇറ്റ് ഈസ് ടു ഗിവ് മീ. ആ സിൻ എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ അല്ലെ സിന്നിൻ്റെ പ്രാധാന്യം മാറ്റി വെച്ച് മക്കൾ, സൺ എന്നുള്ള പദവിയിലോട്ട് കയറ്റുകയാണ്. ഞാനൊരു മകനെ അല്ലെങ്കിൽ മകളെ. അപ്പോൾ ഫിസിക്കൽ ഡെത്ത് എലോൺ കുഡ് നോട്ട് പേ ഫോർ ദ സ്പിരിച്വൽ റിബല്യൻ. മനുഷ്യൻ പാപം ചെയ്തത് ഒരു ഫിസിക്കലായിട്ടുള്ള മരണം കൊണ്ട് അത് പരിഹരിക്കാൻ ഒക്കാത്തതിനാൽ അതിന് നിയമപരമായിട്ട് പാപമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം ആവശ്യമായി വന്നതിനാൽ, കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ രക്തത്തിലാണ് എന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് 17:21 ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം എക്സാക്ട്. അപ്പോൾ ഈ പാപത്തിന് മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ രക്തത്തിലാണ് എങ്കിൽ പാപമില്ലാത്ത ഒരു രക്തം തരാൻ വേണ്ടി ക്രിസ്തു കടന്നു വന്നിരിക്കുകയാണ്. He went into the dark region of grave, actually the heart of the spiritual death. ആത്മാവിൻ്റെ മരണത്തിൻ്റെ ആഴം വരെ യേശുവിന് മാത്രമേ കടന്നു ചെല്ലാൻ സാധിക്കത്തുള്ളൂ. Jesus paid the full price for the sin of us. He paid the full penalty. നമ്മുടെ പാപത്തിൻ്റെ മുഴുവനുമായിട്ട് പാപമായിട്ടൊരു മനുഷ്യൻ ക്രൂശിൽ ഇപ്പോൾ കിടക്കുകയാണ്. See the legal implication. നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ പാപത്തെ ഇല്ല കിഴക്ക് പടിഞ്ഞാറ് അകറ്റുന്നത് പോലെ എന്നിൽ നിന്ന് ഈ പാപ സ്വഭാവത്തെ മാറ്റുക എന്ന് പറയുന്ന അതൊക്കെ ഓർക്കാൻ ചിലർ പറ്റില്ല. എനിക്ക് ഇത്ര പ്രായം, ഞാനിനി മാറത്തൊന്നുമില്ല എന്ന് ചിലർ പറയാം. കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞില്ല, ഞാനിനി മാറത്തൊന്നുമില്ല, ഇത്ര എനിക്ക് പ്രായമായി. അത് പറയുന്ന പരിശുദ്ധാത്മാവല്ല. കാരണം നമ്മുടെ ബലഹീനം, എനിക്കിത് മാറാനൊക്കത്തില്ല എന്നവർ പറയുകയാണ് വളരെ സങ്കടത്തോട്. പക്ഷെ അത് നമുക്കൊക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിൽ മാറ്റം വരും. പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുകൊണ്ട് അവരെ വിധിക്കേണ്ട. അവർ നമ്മളെക്കാട്ടും മോശമൊന്നും അല്ല. അവരും ഓരോ വ്യക്തികൾക്ക് ഓരോ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ അവരെ ചെറുതോ വലുതോ കാണുകയല്ല. ഈ ഓരോ വ്യക്തികളിലുള്ള ഈ ജഡ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ ഒരു ജീവിതം മുഴുവൻ എടുക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ പുതുസൃഷ്ടി ആയാൽ പോലും ഈ വചനം എത്ര, അതായത് ഞാൻ ദൈവത്തിൽ ക്രിസ്തുവിൽ നീതിയായി മാറി എന്നുള്ളൊരു സത്യം എന്നെ തന്നെ പഠിപ്പിക്കണമെങ്കിൽ എന്നും ഞാൻ കുളിച്ച് പുതിയ വസ്ത്രം ഉടുക്കണം അവൻ്റേത്. യു സീ ദാറ്റ്. ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി. ഞാൻ കുറേ പുറത്തുനിന്ന് വന്ന ആളുകളുടെ. അപ്പം ഞാൻ അവിടെ ചെന്ന് നല്ലോണം ആത്മാവിൽ ആശ്രയിക്കുന്നൊരു കൂട്ടർ. അവിടെ ചെന്നപ്പം പരിശുദ്ധാത്മാവ് ഈ വസ്ത്രം, അതായത് വചനം കൊണ്ട് വസ്ത്രം ധരിപ്പിച്ച് ഒരു ഉടുപ്പ് ഇങ്ങനെ എന്നെ ചുറ്റി നിൽക്കുന്നതായിട്ട് അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. കാരണം വചനം പറയാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. വചനം പറയാൻ സ്വാതന്ത്ര്യം കിട്ടുന്നതും ദൈവമാണ് തരുന്നത്. ഇതൊന്നും മനുഷ്യൻ്റെ കയ്യിലൊന്നും അല്ലെന്നേ. നമ്മളെല്ലാം വിചാരിക്കും ഞാൻ ഹൈ ആൻഡ് മൈറ്റി ഓൾ മൈറ്റി ഗോഡാണ്. അല്ല. പക്ഷെ ദൈവം ഒരു വാതിൽ തുറക്കും. അതിലൊരു തുറപ്പാണ് കർത്താവ് ഈ പഠിപ്പിക്കുന്നത്. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. സിമ്പിൾ സെൻറ്റൻസാണ്. പാപം അറിയാത്ത യേശുവിനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിനു വേണ്ടി? നാം ആ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകാൻ. പോരെ? അപ്പോൾ ദ ചെയിൻ ഓഫ് ജസ്റ്റിസ് അതായത് നമുക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ വരുന്നത് ദ ക്ലെയിംസ് ഓഫ് ജസ്റ്റിസ്. അതായത് പാപം ചെയ്തവൻ അവൻ മരണത്തിന് യോഗ്യനെന്നുള്ള അത് നമ്മളിന്ന് വലിച്ചു കീറി കളയുകയാണ്. ക്ലെയിംസ് ഓഫ് ജസ്റ്റിസ് ഇസ് ടേക്കൺ അവേ. ഫാദർ ഗോഡ് സ്പീക്സ്. ദെൻ അന്നേരമാണ് അപ്പൻ പറയുന്നത്, അന്നേരമാണ് പിതാവാൻ ദൈവം പറയുന്നത്, ദിസ് ഈസ് മൈ സൺ, ഇവൻ എൻ്റെ പുത്രൻ, ഇവനെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു. ഈ ഒരൊറ്റ വാക്യത്തിനകത്ത് ഈ ബൈബിളിൻ്റെ മർമ്മം നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരാൾ, അതായത് എൻ്റെ പാപസ്വഭാവം മുഴുവനും യേശു എടുത്തു മാറ്റുകയാണ്.
അതായത് എൻ്റെ മേലുണ്ടായിരുന്ന ആദ്യത്തിൻ്റെ ക്യാരക്ടറിനെ പൊക്കിയെടുത്ത് മാറ്റിയ യേശുവിൻ്റെ ക്യാരക്ടർ ഇട്ട് തരുന്നെന്ന്. എന്തൊരു മാറ്റമല്ലേ അത്! നമ്മൾ ചിന്തിച്ച് നോക്കി. ഓരോ വിശ്വാസികളും എപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് നിങ്ങളറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട നിമിഷം തൊട്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ മാറ്റം ഞാൻ കാണുന്നത് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ എനിക്ക് പഠിക്കാൻ തുടങ്ങി. എന്നെ തന്നെ, അതായത് ചില ഏരിയ മാറണം, ആരും പറഞ്ഞു തരുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ ഒരു മാറ്റം. അതിൽ വേറൊരു വ്യക്തിക്ക് ഒരു സ്ഥാനവുമില്ല. അവർ ചിലപ്പം കുറ്റം പറഞ്ഞ് ചിലപ്പോൾ ഉടനെ ദൈവത്തോട് ചോദിക്കണം, ആ ഏറിയാൽ ബലഹീനത ഉണ്ടോ എന്ന് ചോദിക്കാം നമുക്ക്. പക്ഷെ അവരാരും വിചാരിച്ചിട്ടല്ല നമ്മൾ മാറുന്നത്. ഇറ്റ്സ് എൻ ഇൻവേർഡ് ചേഞ്ചിങ്. ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ബെസ്റ്റ്, ദ വൺ ആൻഡ് ഓൺലി ടീച്ചർ ഗോഡ് ഹാസ് ഗിവൺ നൗ. അത് ആളുകളെ ഉപയോഗിക്കുക, അതില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഉന്നത പദവിയിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പറയുന്നത്, അപ്പോൾ ദ ഡെറ്റ് ഈസ് പെയ്ഡ് ഫുൾ, ക്ലെയിംസ് ഓഫ് ജസ്റ്റിസ് സാറ്റിസ്ഫൈഡ്, ആൻഡ് ഫാദർ ഗോഡ് ഈസ്. ഇപ്പം ഈ ജസ്റ്റിസ് നടന്നത്, അതായത് കോടതിയിൽ വിധി പാസ്സായി കഴിഞ്ഞപ്പോൾ പിതാവ് എഴുന്നേറ്റ് സംസാരിക്കാൻ തന്നെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് യേശുവിനോടാണ് പറയുന്നത്. പക്ഷേ ക്രിസ്തുവിൽ നമുക്കും ആ പദവിയിലോട്ട് കയറുകയാണ്. അതുകൊണ്ടാണ് പുത്രത്വത്തിന് നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം. അബപിതാവേ അബപിതാവേ, എന്തൊരു ഉന്നത പദവിയല്ലേ ഇത്! ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടച്ച് ചെയ്യാണ്. അടിമത്വം മാറി. അപ്പോൾ ഈ നമ്മൾ നടക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഈ നടക്കുന്ന ഭൂമി നമ്മൾ ശ്രദ്ധിക്കണേ. പലരും പറയാറില്ലേ ഇപ്പോൾ പാമ്പ് കടിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ വചനം എന്താ പറയുന്നതെന്നറിയാമോ? പാമ്പ് കടിച്ച് എത്ര പേര് മരിക്കുന്നു. വചനം എന്താ പറയുന്നത്? പാമ്പിനെയും തേളിനെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. എത്ര പേർക്കറിയാം? ഒരു പാമ്പ് ഒരു തേളും നമ്മളെ ചവിട്ടാനൊക്കത്തില്ല. ബിക്കോസ് ദ വേർഡ് ഈസ് മൈ പാർട്ട്ണറിന്. വചനം ജീവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ആഴമേറിയ സത്യത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകുന്നു. ആഴിയെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാപമറിയാത്ത ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി പാപമായി മാറി. അത് പിതാവ് ചെയ്തതാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് നീതിയാകാൻ, ഞങ്ങളെ ദൈവത്തോട് നിരപ്പാകാൻ. അപ്പോഴാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളെ ജനിപ്പിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച് ഒക്കുവപ്പിച്ച വീണ്ടും ജനനം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ എത്ര വിചാരിച്ചാലും ജഡത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് പുതിയ ജീവനുണ്ട്, അത് ക്രിസ്തുവിൽ ലഭിച്ചു എന്ന് മനസ്സിലാക്കിച്ച് പിതാവിൻ്റെ ശബ്ദം, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ ഈ വചനത്തിൽ ഞങ്ങൾ എടുക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ഞങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ, സഭായോഗങ്ങളിൽ പോകുമ്പോൾ നീയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ആത്മാവ് പറയുന്നത് അകത്ത് ഉൾക്കൊണ്ട് അത് ജീവവൃക്ഷമാക്കി എടുക്കാൻ ഇടയാക്കണം. കർത്താവേ, നീ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിയല്ലോ. അതെന്തൊരു പദവിയാണ് വെച്ച. അടിമയ്ക്ക് ഒരിക്കലും ഭവനത്തിനകത്ത് കയറിക്കില്ലാൻ അവകാശമില്ല. അപ്പൻ്റെ അടുക്കലോ മടിയിലോ ഇരിക്കാൻ അവകാശം. പക്ഷെ പുത്രനാണെങ്കിൽ ഏത് സമയത്തും കയറി വരാം. എന്ത് വേണേലും പറഞ്ഞിട്ട് അപ്പൻ്റെ സ്നേഹം വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ആ ഒരു പദവിയിലേക്ക് ഞങ്ങളെ മാറ്റിയതിന് നന്ദിയോടെ സ്തോത്രം. ഈ ഉന്നത പദവി ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ, ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കിച്ച് അനേകരെ ഈ ഒരു സത്യത്തിൻ്റെ ആ വലിയ നിധിയൊന്ന് പകർന്നു കൊടുക്കുവാൻ നീ ആത്മാവി പ്രവർത്തിച്ചേ പറ്റൂ. നമ്മൾ പറയുന്നു എങ്കിലും ഉൾക്കൊള്ളാൻ പാടാ കർത്താവേ. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പം ക്ലിയറായിട്ട് പറഞ്ഞു മനസ്സിലാക്കും. എൻ്റെ ആത്മാവിൽ ഞങ്ങൾക്ക് അടിമത്വത്തിൻ്റെ ആ സ്ഥിതി മാറ്റി പുത്രത്വത്തിൻ്റെ ആ വലിയ പദവി, ഉന്നത പദവി തന്ന് ഞങ്ങൾക്ക് നിന്നെ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം തന്നതിന് നന്ദി പറയുന്നു. നാഥൻ ചെയ്തിരിക്കുന്ന ഈ വലിയ നന്മയ്ക്ക് നന്ദി പറയുന്നു. ഇന്നും നിത്യമായിട്ട് നിന്നെ കൂടെ ജീവിപ്പാൻ ഞങ്ങളെയും തലമുറകളെയും എടുത്ത് ഉപയോഗിക്കുന്നതിന് നന്ദി പറയുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കും. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പുതിയ വഴികളിലേക്ക് ഞങ്ങളെ കൊണ്ട് നടത്തുന്ന നിൻ്റെ ജീവനും പറയുന്ന യോഹന്നാൻ്റെ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ആ വഴിയിൽ കൂടെ നടത്തണമേ. അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.